കൊയ്ത്തുകാരില്ലെങ്കിൽ കൊയ്ത്ത് പാഴായിപ്പോ. കൊയ്ത്തുകാരില്ലെങ്കിൽ കൊയ്ത്ത് പാഴായിപ്പോ. പറഞ്ഞെഴുതുക. കൊയ്ത്തുകാരില്ലെങ്കിൽ കൊയ്ത്ത് പാഴായിപ്പോകും. Suppose you are a farmer and maybe the first step is to prepare the field. നിങ്ങൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ ഒരുപക്ഷെ ആദ്യ പടി എന്നത് നിലത്തെ റെഡിയാക്കുക എന്നതായിരിക്കും. And for that you use the plow, you do a lot of hard work, you prepare the ground, irrigate it, then you sow the seeds. നിങ്ങൾ അതിനു വേണ്ടി നിലം കലപ്പകൾ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്നു, ആ നിലത്തെ റെഡിയാക്കുന്നു, വിത്തുകൾ റെഡിയാക്കുന്നു, അവിടേക്കുള്ള ജലസേചനം തയ്യാറാക്കുന്നു. After sowing the seed, you sleep, wake up, sleep, wake up. You are eagerly waiting for, the harvest to come up. വിത്തുകളെല്ലാം പാകിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ ഉറങ്ങുന്നു, പിന്നീട് ഉണരുന്നു. ഓരോ പ്രഭാതത്തിലും നിങ്ങളൊരു പ്രതീക്ഷയോടുകൂടെയാണ്, ഒരു കൊയ്ത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉണരുന്നത്. After some time, slowly it is growing, and in the growing stage you keep on adding manure and water, everything that is needed. ഇതാ അല്പം കഴിയുമ്പോൾ അതിൻ്റെ മുളകൾ വരും, പുറത്തേക്ക് നാമ്പുകൾ വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് കൃത്യമായ വെള്ളങ്ങൾ ഒഴിക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു. Then finally one day you understand that it is harvest time. അവസാനമോ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുകയാണ്, ഇതാ കൊയ്ത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. That is a time which is the most important time. ആ സമയമാണ് ഏറ്റവും അതിപ്രധാനമായ. All the months of labor, hard work and waiting and everything will come to fruition when you have the harvest. ഇതാ കഴിഞ്ഞ അനേക മാസങ്ങളായിട്ടുള്ള നിങ്ങളുടെ വിയർപ്പും അധ്വാനത്തിൻ്റെയും ഫലപ്രാപ്തി ഇതാ കൊയ്ത്തിനടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. But if during the harvesting time, if you are sleeping, if you are lazy, you went for a vacation, what will happen? The entire harvest, the entire labor, everything is wasted. എന്നാൽ ആ കൊയ്ത്തായി കഴിഞ്ഞ ശേഷം നിങ്ങൾ കൊയ്യാതെ നിങ്ങൾ ആ സമയത്ത് ഒരു അവധിക്കാലത്തിലേക്ക് പോവുകയോ നിങ്ങൾ മടിയനായി മാറുകയോ നിങ്ങൾ അലസരായി മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ മുഴുവൻ കൊയ്ത്തും അത് പാഴായി പോകും. How many of you understand what I'm saying? പറഞ്ഞു വരുന്ന കാര്യം എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? The entire harvest will be wasted. മുഴുവൻ കൊയ്ത്തും പാഴായി പോകും. Luke chapter 10 verse number 1. ലൂക്കോസ് 10:1. After this the Lord appointed 72 others and sent them 2 by 2 ahead of him to every town and place where he was about to go. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. Verse number 2, he told them, the harvest is plentiful, but the workers are few. Ask the Lord of the harvest, therefore, to send out workers into his harvest field. അവൻ അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ. Lift your hands and pray. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Father, speak to every heart in a very special way, in a penetrating way today. പിതാവേ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും അവരുടെ ഹൃദയം തുളയ്ക്കുമാറ് വ്യക്തിപരമായി അങ്ങ് സംസാരിക്കണമേ. Father, let's never forget what we hear today. ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന കാര്യം ഞങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. Write everything that we hear on the tablets of our heart with the finger of the Holy Spirit. പിതാവേ, പരിശുദ്ധാത്മാവിന്റെ കൈവിരലുകൾ കൊണ്ട് ഞങ്ങൾ കേൾക്കുന്ന കാര്യം ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപലകകൾ മേൽ അങ്ങ് എഴുതി വെക്കണമേ. In Jesus' name. യേശുവിൻ നാമത്തിൽ. All the people said, Amen. ആമേൻ. Amen. Now this verse is very famous. The harvest is plentiful, but the workers are few.
ഇത് വളരെ സുപരിചിതമായ വചനമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. അടുത്ത ആളോട് ഒന്നും പറയാമോ? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. But do you know in what context Jesus made this statement? എന്നാൽ ഏത് സന്ദർഭത്തിലാണ് യേശു ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്? I will give you a background. ഞാനൊരു പശ്ചാത്തലം നൽകാം. Luke, Dr. Luke, the writer of this gospel, wrote everything in an orderly way, in a chronological way. ഈ സുവിശേഷത്തിന്റെ ലേഖകനായിരിക്കുന്ന ഡോക്ടർ ലൂക്കോസ് എല്ലാം വളരെ ക്രമീകൃതമായിട്ട് സംഭവങ്ങൾ നടന്നതിനനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. If you go back to the previous chapter, that means chapter number 9, 9-ാം അധ്യായം, അതായത് തൊട്ട് മുമ്പത്തെ അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ Jesus sent 12 disciples 2 by 2. 12 ശിഷ്യന്മാരെ ഈരണ്ടായിട്ട് യേശു അയക്കുകയാണ്. Everybody said 2 by 2. എല്ലാവരും പറയാമോ? ഈരണ്ടായി. That means 12 disciples, 6 pairs, 6 teams. അതിന്റെ അർത്ഥം എന്താണ്? 12 ശിഷ്യന്മാർ ഈരണ്ടായി പോകുമ്പോൾ 6 ടീമുകൾ. Today, as soon as you reach home, you have to read chapter 9 and chapter 10 full. ഇന്ന് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 9-ാം അധ്യായവും 10-ാം അധ്യായവും പൂർണ്ണമായി നിങ്ങൾ വായിക്കണം. So in chapter 9, first he sent the first batch of his workers. 9-ാം അധ്യായത്തിൽ തന്റെ ആദ്യത്തെ വേലക്കാരുടെ ഒരു സംഘത്തെ ആദ്യത്തെ ബാച്ചിന് അയക്കുകയാണ്. Remember, Jesus started his ministry alone. ശ്രദ്ധിക്കുക, യേശു ഒറ്റയ്ക്കാണ് ശുശ്രൂഷ ആരംഭിച്ചത്. But later, step by step, he added disciples to his team. എന്നാൽ പടിപടിയായിട്ട് തന്റെ ടീമിലേക്ക് ശിഷ്യന്മാരെ അവൻ കൂട്ടിച്ചേർത്തു. So the first team was a team of 12 disciples. ആദ്യത്തെ കൂട്ടം എന്നത് 12 ശിഷ്യന്മാരുടെ കൂട്ടമാണ്. And once he sent these 12 disciples as 6 teams to different villages and towns. ഇവർ 6 ടീമുകളായിട്ട് പല പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അവർ കടന്നുപോയി. And Jesus gave them clear instructions as what to do. അത് മാത്രമല്ല, അവർ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ യേശു നൽകി. They had to preach the gospel, സുവിശേഷം പ്രസംഗിക്കണം, cast out demons, ഭൂതങ്ങളെ പുറത്താക്കണം, raise the dead, മരിച്ചവരെ ഉയർപ്പിക്കണം, and so many other and release peace upon houses. ഭവനങ്ങളിൽ ചെന്ന് സമാധാനം റിലീസ് ചെയ്യണം. Everything was given, all the instructions were given clearly. വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയത്. Prior to that, something else happened. എന്നാൽ അതിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ കൂടെ സംഭവിച്ചു. John the Baptist was beheaded. യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി. Who? ആര് വെട്ടി? King Herod. ഹെരോദ രാജാവ്. You know the story. നിങ്ങൾക്ക് കഥ അറിയാം. John the Baptist was Jesus' cousin. യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ കസിൻ ആയിരുന്നു, ബന്ധുവായിരുന്നു. Suppose you hear the news of your own cousin is assassinated, what will you feel? നിങ്ങളുടെ സ്വന്തം കസിന്റെ സഹോദരി പുത്രന്റെ ഒരു വ്യക്തി ശിരച്ഛേദം ചെയ്യപ്പെട്ടു, തല വെട്ടി കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദന എന്താണ്? Same way Jesus also had grief in his heart. അതുപോലെ തന്നെ യേശുവിന്റെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടായി. If you read the other gospels, Jesus withdrew from the crowd, went to a solitary place, and there he started praying alone. മറ്റ് സുവിശേഷങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ യേശു ആ കാലഘട്ടത്തിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പിൻവലിഞ്ഞ് നിർജ്ജന പ്രദേശങ്ങളിലേക്ക് പോയി താൻ ഏകാന്തനായി താൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. He was ventilating all his pain and grief before the Father. ദൈവം മുൻപാകെ തന്റെ വേദനകളും എല്ലാം താൻ പകരുകയായിരുന്നു. Are you listening to me? എത്ര പേർ കേൾക്കുന്നുണ്ട്? Shout hallelujah. ഉറക്കെ hallelujah. If you have sorrow in your heart, pain in your heart, the best place to ventilate it is not before your husband or wife or friend, but before the Lord, because he can suck away all your pain. നിങ്ങളുടെ ഹൃദയത്തിൽ കഠിനമായ ദുഃഖമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, ഈ ലോകത്ത് ആ വേദന പുറത്തേക്ക് വിടുവാനായി ഏറ്റവും നല്ല ഇടം നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല, ഭാര്യയല്ല, ഭർത്താവല്ല, കുഞ്ഞുങ്ങളല്ല, സുഹൃത്തുക്കളല്ല, കർത്താവിന്റെ സന്നിധിയിലാണ്. Because he is the burden carrier, he is the burden lifter. കാരണം അവനാണ് നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്നവൻ, ഭാരങ്ങളെ വഹിക്കുന്നവൻ. Hallelujah. Hallelujah. So Jesus ventilated his grief, but the next thing Jesus did was to send the 12 disciples as 6 teams. താൻ ആ ദുഃഖത്തെ ദൈവസന്നിധിയിൽ പകർന്നു. എന്നാൽ പിറ്റേ ദിവസം അവൻ ഈ 12 ശിഷ്യന്മാരെ 6 ടീമുകളായി അയക്കുകയാണ്. Hallelujah. Hallelujah. So if
when you hear some shocking news, you have to increase your ministry. ഇതാ, നിങ്ങൾ ഏതെങ്കിലും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ വർദ്ധിപ്പിക്കണം. 12 പേര് കേട്ടു. ഏതെങ്കിലും ഞെട്ടിപ്പിക്കുന്ന വാർത്ത, ദുഃഖ വാർത്തയോ എന്തെങ്കിലും വാർത്തകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ ഇരട്ടിയാക്കണം, നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആമേൻ. If Satan is trying to attack you, you have to counter attack him. പിശാച് നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾ അവന് പ്രത്യാക്രമണം നടത്തണം. ആമേൻ. ജീവിതത്തിൽ അടികളേൽക്കുമ്പോൾ, വേദനാജനകമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, സാമ്പത്തികം ഡൗൺ ആകുന്നു, കുടുംബജീവിതത്തിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം വരുമ്പോൾ, സാത്താൻ്റെ നെറുകയിൽ വലിയ കൂടം കൊണ്ട് കൊട്ടാനുള്ള പരിപാടി ഞാൻ പറഞ്ഞു തരാം. ശുശ്രൂഷ വർദ്ധിപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. സാധാരണ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ചെയ്തിട്ടും കർത്താവേ നീ ഇതല്ല എന്നോട് കാണിച്ചത്, അതുകൊണ്ട് ഞാൻ ഇനി ട്രാക്ട് കൊടുക്കാനും പോകുന്നില്ല, ഹോസ്പിറ്റൽ വിസിറ്റിനും പോകുന്നില്ല, സുവിശേഷം പറയാനും പോകുന്നില്ല, എൻ്റെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ആർക്കും ഉപദ്രവവും ഇല്ല ഉപകാരവും ഇല്ലാതെ ഞാൻ അങ്ങ് ജീവിച്ചോളാം. ആമേൻ. ഇതാണ് സാധാരണ നിലപാട്. യേശുവിൻ്റെ കസിൻ ആദ്യം താൻ ശുശ്രൂഷയുടെ പിന്നേക്കുള്ള നിൽക്കുമ്പോൾ തന്നെ സ്നാനപ്പെടുത്തിയ ആള് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടേക്കുമ്പോൾ, ശരിക്കും നീ തന്നെയാണോ മശിഹ? ഇതിനു മുമ്പ് പ്രാവ് ഇറങ്ങുന്നത് കണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്നവനെന്ന് സാക്ഷ്യം പറഞ്ഞ ആള് ഇപ്പോൾ തന്നെ സംശയിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ജയിലിൽ കിടക്കുമ്പോൾ താൻ പതറിപ്പോയി. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ലോകത്തിന് മശിഹയെ പരിചയപ്പെടുത്തിയ ആള് ഇപ്പൊ സംശയത്തിലാണ്, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിലൂടെ യേശു പോയി. പക്ഷെ യേശു ശുശ്രൂഷയിൽ സ്ലോ ഡൗൺ ചെയ്തോ? നോ. അടുത്തത്, ജയിലിൽ കിടക്കുന്ന ആളുടെ തലവെട്ടി പാത്രത്തിലാക്കി വെള്ളിത്താലത്തിലാക്കി കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു അമ്മയ്ക്ക്. ഇത് കേട്ടപ്പോൾ സങ്കടം ഉണ്ടായി. പ്രാർത്ഥിച്ചു, അതിനെ ഓവർകം ചെയ്തു. അടുത്തത്, വലിയൊരു മിഷൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പിശാചേ, നീ ഇതാണ് ചെയ്യുന്നതെങ്കിൽ, നിന്റെ പരിപാടി നശിപ്പിക്കുന്നതാണെങ്കിൽ എൻ്റെ പരിപാടി ജീവിപ്പിക്കുന്നതാണ്. ആമേൻ, ആമേൻ. The devil is destructive, Jesus is constructive. ഇത് പിശാച് നശിപ്പിക്കുന്നവനാണ്, എന്നാൽ യേശു പണിതുയർത്തുന്നവനാണ്. ഒന്നുകൂടെ, പിശാച് നശിപ്പിച്ചു കളയുന്നവനാണ്, എന്നാൽ യേശു പണിതുയർത്തുന്നവനാണ്. The devil is a thief, Jesus is a giver. പിശാച് കള്ളനാണ്, എന്നാൽ കർത്താവ് നൽകുന്നവനാണ്. The devil will come to steal everything out of you, but Jesus comes to give you everything. ഇത് പിശാച് നിങ്ങളിൽ നിന്നും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ യേശു നിങ്ങൾക്ക് സകലവും നൽകാനായി വരുന്നു. Hallelujah. Now, when the 12 disciples, 6 teams were working everywhere and they were doing so many miracles, preaching the gospel, healing the sick, raising the dead, and casting demons, the news went into the ears of King Herod. ഇതാ, ഈ 12 ശിഷ്യന്മാരും 6 ടീമുകളായിട്ട് കർത്താവ് പറഞ്ഞ പോലെ ശുശ്രൂഷ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഇതിന്റെ വാർത്തകൾ ഹെരോദ രാജാവിന്റെ ചെവിയിലെത്തി. ഹെരോദ രാജാവ് ഈ യേശു ജനിച്ച സമയം മുതൽ പുള്ളിക്ക് സ്വസ്ഥതയില്ല. അറിയാമല്ലോ വാർത്ത. യഹൂദന്മാരുടെ രാജാവ് ജനിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പുള്ളിയുടെ സമാധാനം പോയി. ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം കൊണ്ടുവരാനാണ് യേശു വന്നത്, പക്ഷേ ഹെരോദാവിൻ്റെ സമാധാനം പോയി. അപ്പം തുടങ്ങിയതാണ്. അതിനുശേഷം തനിക്ക് ഭീഷണിയായി നിന്നത് ആരായിരുന്നു? സ്നാപയോഹന്നാനാണ്. അവൻ്റെ തലവെട്ടി. അതോടെ ഒന്ന് ഉറങ്ങി ആശ്വസിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാ ഒരു ടീം ഇറങ്ങിയിരിക്കുന്നതായി
രാജധാനിയിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണത്? ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അവർ വീടുകൾ തോറും നടന്ന് രോഗികളെയൊക്കെ എഴുന്നേൽപ്പിച്ച് വിടുവോ, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ഭൂതബാധിതരെ സൗഖ്യമാക്കിയിട്ട് അവർ നോർമലാകുന്നു, സുബോധം തിരിച്ചു വരുന്നു, ഭ്രാന്തന്മാരൊക്കെ സൗഖ്യമാകുന്നു. ഈ വാർത്ത രാജകൊട്ടാരത്തിലെത്തി. അന്വേഷിപ്പിച്ചു. വേണ്ടവരൊക്കെ IB ഒക്കെ ഇറക്കി കാര്യങ്ങളൊക്കെ നോക്കി റിപ്പോർട്ട് ചെയ്തു. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഈ പണ്ടുണ്ടായിരുന്ന ഒരു പ്രവാചകനുണ്ട് ഏലിയാവ്, അത് പുനരവതരിച്ച് വന്നിരിക്കുകയാണെന്ന് ഒരു കൂട്ടർ. ചിലർ പറഞ്ഞ യെരമ്യാവ്, ചിലർ അതൊക്കെ പറയുന്നു. പക്ഷേ ചിലർ ഒരു കാര്യം പറഞ്ഞു: അങ്ങ് തലവെട്ടിയ സ്നാപക യോഹന്നാന്റെ ആത്മാവ് യേശു എന്ന് പറയുന്ന ഒരാളിൽ കയറിയിട്ട് അയാളാണ് ഈ പരിപാടി ചെയ്യുന്നത്. അന്ന് രാത്രി മുതൽ പുള്ളി ഉറക്കമില്ല. 9-ാം അധ്യായം വായിക്കണം. ലൂക്ക് ചാപ്റ്റർ 9 ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. എത്ര പേർ ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. And there are many other episodes. Then Jesus wanted to expand his ministry. തുടർന്ന് യേശു തന്റെ ശുശ്രൂഷ കൂടുതൽ വിപുലമാക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. Step by step Jesus is expanding his ministry. പടിപടിയായി യേശു തന്റെ ശുശ്രൂഷകളെ വികസിപ്പിക്കുകയാണ്. Hallelujah. Hallelujah. From the school of ministry Jesus released the first batch 12 disciples. തന്റെ ശുശ്രൂഷയുടെ സ്കൂളിൽ നിന്നും ആദ്യം കർത്താവ് 12 പേരെ അയച്ചു. Everybody shout 12. പറയാമോ? 12. Again 12. 12. That is the first batch. അതാണ് ആദ്യ ബാച്ച്. Then Jesus is training 72 others. In some translations it is 70. ഇതാ ചില പരിഭാഷയിൽ 70 ആണ്, 72 എന്നുമുണ്ട്. 72 പേരെ യേശു ട്രെയിൻ ചെയ്യുകയാണ്. Hallelujah. Hallelujah. This is the second batch coming out from the school of ministry run by Jesus. ഇതാ യേശുവിന്റെ ശുശ്രൂഷ സ്കൂളിൽ നിന്ന് രണ്ടാമത്തെ ബാച്ച് ഇതാ പുറപ്പെടാൻ പോവുകയാണ്. Hallelujah. Hallelujah. Because and after releasing them, Jesus is saying, harvest is plentiful, but the workers are few. It is in this context that Jesus is making this statement. ഇതാ ഈ 72 പേരെ കൂടി അയച്ച ശേഷമാണ് യേശു അതോടൊപ്പം പറയുന്നു, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. First Jesus increased the workers. Then he is saying, still this is not enough, because there are enough plenty of harvest. യേശു ധാരാളം ആളുകളെ കൊയ്ത്തിനു വേണ്ടി അയച്ച ശേഷം താൻ വീണ്ടും പറയുകയാണ്, ഇത് പോരാ, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാരോ ചുരുക്കം. Somebody shout hallelujah. ഒരു ഹല്ലേലൂയ. Now the soul, the entire focus of the farmer is the harvest. ഇതാ ആ കൃഷിക്കാരന്റെ മുഴുവൻ ശ്രദ്ധയും കൊയ്ത്തിന്മേലാണ്. ഒന്നുകൂടെ. ഇതാ കൃഷിക്കാരന്റെ മുഴുവൻ ശ്രദ്ധയും കൊയ്ത്തിന്മേലാണ് ഇരിക്കുന്നത്. എല്ലാവരും ചേർന്ന് പറഞ്ഞ, കൃഷിക്കാരന്റെ മുഴുവൻ ലക്ഷ്യവും എന്താണ്? കൊയ്ത്ത്. എന്താണ് കൊയ്ത്ത്? ഇങ്ങനെ കിളിർത്തു വരുന്ന കതിരാണോ? അല്ല, പിന്നെന്താണ്? കൊയ്ത്ത്. ആ കൊയ്ത്ത് വിളഞ്ഞു കിടന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അത് കൊയ്ത് കളപ്പുരയിലെത്തിക്കണം. പറഞ്ഞ എല്ലാവരും, കൊയ്ത് കളപ്പുരയിലെത്തിക്കണം. അവിടെ എത്തുമ്പോഴാണ് ഈ ഫാർമറുടെ അല്ലെങ്കിൽ കൃഷിക്കാരന്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയിലെത്തുന്നത്. ഹല്ലേലൂയ. So what the farmer needs is what? Workers. അങ്ങനെയെങ്കിൽ കൃഷിക്കാരൻ അവിടെ ആവശ്യമുള്ളത് ആരെയാണ്? കൊയ്ത്തുകാരെയാണ്. Look at this. This is a modern harvester machine. ഇത് അത്യാധുനികമായ ഒരു കൊയ്ത്ത് മെഷീനാണ്. That means per second it can harvest a lot of grain. ഇത് സെക്കൻഡുകൾക്കകത്ത് അനേകം ധാന്യമണികളെ കൊയ്തെടുക്കുന്ന മെഷീനാണ്. So when Jesus sent out 12 disciples, he was launching 12 harvester machines to the field. ഇത് യേശു ആദ്യ 12 പേരെ അയച്ചപ്പോൾ 12 കൊയ്ത്ത് മെഷീനുകളെ യേശു പാടത്തേക്ക് അയക്കുകയാണ്. And in the next batch he was releasing 72 harvester machines. അടുത്ത ബാച്ച് ഇത് 72 പേരെ അയക്കുകയാണ്.
Hallelujah. Hallelujah. Today the world population is greater than those times. അന്നത്തെ കാലത്തേക്കാൾ ഇന്ന് ജനസംഖ്യ പെരുകിയിരിക്കുകയാണ്. Hallelujah. Hallelujah. We need more harvester machines. ഇത് നമുക്ക് കൂടുതൽ കൊയ്ത്ത് മെഷീനുകൾ ആവശ്യമാണ്. Now listen to me, everyone listening to me, everyone sitting here, you are a harvester machine. ഇവിടെ കേൾക്കുന്ന ഓരോ വ്യക്തികളും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, നിങ്ങൾ എല്ലാവരും ഒരു കൊയ്ത്ത് മെഷീനാണ്. After the first batch, after the second batch, 72 people, Jesus is not still satisfied. I need more harvester machines. ഇത് ആദ്യ ബാച്ചിനെ അയച്ചു, രണ്ടാമത് 72 പേരെ അയച്ചു. പക്ഷേ യേശുവിന് തൃപ്തിയില്ല. യേശു വിളിച്ചു പറയുകയാണ്, എനിക്ക് കൂടുതൽ കൊയ്ത്തുകാരെ വേണം. Touch somebody and tell that person Jesus needs you. ഇതാ തൊട്ടിരിക്കുന്ന ആള് തൊട്ടിട്ട് പറഞ്ഞ്, യേശുവിന് നിങ്ങളെ വേണം. Touch another person and say you are a harvester machine. മറ്റൊരാളെ തൊട്ടിട്ട് പറയാം, നിങ്ങൾ ഒരു കൊയ്ത്ത് മെഷീനാണ്. Hallelujah. Hallelujah. Harvester machine cannot be parked in a shed. ഇതാ ഒരു കൊയ്ത്ത് മെഷീനെ ഒരു ഷെഡിന്റെ അകത്ത് കൊണ്ട് പാർക്ക് ചെയ്തിടാൻ കഴിയില്ല. Harvester machine should be launched into the harvest field. ഇതാ കൊയ്ത്തിന്റെ പാടത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ് ഒരു കൊയ്ത്തിന്റെ മെഷീൻ. Now this is the challenge from the Lord. ഇത് ദൈവത്തിൽ നിന്ന് ഒരു വെല്ലുവിളി നിങ്ങൾക്കായി വരുന്നു. How many harvester machines will go into the field in 2024? ഇത് 2024 കൊയ്ത്തിന്റെ പാടത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന എത്ര കൊയ്ത്ത് മെഷീനുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. You should not be found in the workshop. You should not be found on the wayside. You should be in the harvesting field. നിങ്ങളാകുന്ന കൊയ്ത്ത് മെഷീനെ വഴിയരികിലല്ല, ഷെഡിനകത്തല്ല, വർക്ക്ഷോപ്പിലല്ല കാണേണ്ടത്. നിങ്ങൾ കാണപ്പെടേണ്ടത് കൊയ്ത്തിന്റെ പാടത്താണ്. Hallelujah. Hallelujah. If harvesters are not ready to bring in the harvest, the entire harvest will be wasted. ഇതാ കൊയ്ത്തുകാർ ആ കൊയ്ത്തിനെ എടുക്കുവാനായി, കൊയ്യുവാനായി തുനിയുന്നില്ലെങ്കിൽ മുഴുവൻ കൊയ്ത്തും പാഴായി പോകും. Hallelujah. Hallelujah. ചോദ്യം, 2024 എത്ര പേർ യേശു കർത്താവിൻ്റെ കയ്യിലെ, യേശു കർത്താവിൻ്റെ കൊയ്ത്തുകാരനായി, കൊയ്ത്തുകാരിയായി ഫീൽഡിലേക്ക് ഇറങ്ങാൻ തയ്യാറുണ്ട്? നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിച്ചു. സ്വർഗത്തിലെ ദൂതന്മാർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മേലൊരു അഭിഷേകം കർത്താവ് പകരും. നിങ്ങളുടെ ഒരു കൃപ കർത്താവ് പകരും. ദൈവരാജ്യം പ്രസംഗിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ, ചില വീടുകളിലേക്ക് ചെന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയാൻ, സമാധാനം അവിടെ സെറ്റിലാകാൻ കൈയടിച്ച് കർത്താവിന്റെ കൃപയിൽ നിറയാമോ? I think it was last year a prophet of the Lord looked at our church and prophesied. Number 7 and number 70 is both of them are activated in our church. ഇതാ കഴിഞ്ഞ വർഷം ഒരു ദേവദാസൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്, 7 എന്ന സംഖ്യയും 70 എന്ന സംഖ്യയും നിങ്ങളുടെ ചർച്ചിന്റെ മേൽ സജീവമാകുന്നു. Hallelujah. Hallelujah. 7 is the number of God. At the same time 7 is the number of 7 spirits of God. ഇതാ 7 എന്നത് ദൈവത്തിന്റെ നമ്പറാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ 7 ആത്മാക്കളെയും കാണിക്കുന്നു. That means in a full way, in the fullest way, the Holy Spirit is going to be operational in our family. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ദൈവ കുടുംബത്തിനകത്ത് പൂർണ്ണമായ അളവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ വെളിപ്പെടലുകൾ ഉണ്ടാകാൻ പോവുകയാണ്. ആമേൻ. Hallelujah. Hallelujah. At the same time, I believe the Lord is going to increase ministers in our church. അതേസമയം ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കൂട്ടായ്മയിൽ ഇതാ ഈ കൊയ്ത്തുകാരെ, ശുശ്രൂഷകന്മാരെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. Somebody shout hallelujah. ഉറക്കൊരു hallelujah. 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 So Jesus started his ministry alone. യേശു ഒറ്റയ്ക്ക് തന്നെ ശുശ്രൂഷ ആരംഭിച്ചു. Then Jesus increased the workers into 12. ഇതാ 12 പേരിലേക്ക് അതിനെ വികസിപ്പിച്ചു. Then he added 72 others. മറ്റ് 72 പേരെ കൂടെ കർത്താവ് കൂട്ടിച്ചേർത്തു. He now has 84 workers in the field. 84 പേര് ഇപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. Hallelujah. Hallelujah. Later it is said in epistle to Corinthians, Jesus had 500 disciples. ഇതാ പിന്നീട് നമ്മൾ ലേഖനങ്ങളെല്ലാം കാണുന്നു, 500
നൂറോളം ശിഷ്യന്മാർ ഇതുപോലെ യേശുവിനുണ്ടായിരുന്നു. Hallelujah. ഹല്ലേലൂയ. That means there were so many hundreds of people working in the harvest field for Jesus. ഇതാ യേശുവിന്റെ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന 500 നിരവധി നൂറുകണക്കിന് കൊയ്ത്തുകാർ പാടത്തുണ്ടായിരുന്നു. I prophesy over you. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. You are going to become a worker in the field for Jesus. ഇതാ നിങ്ങൾ യേശുവിന് വേണ്ടി കൊയ്ത്തുപാടത്തുള്ള ഒരു കൊയ്ത്തുകാരനായി മാറാൻ പോവുകയാണ്. You are a harvester for Jesus. നിങ്ങൾ യേശുവിന് വേണ്ടി ഒരു കൊയ്ത്തുകാരനാണ്. The anointing is coming upon you right now. അതിനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ ഇപ്പോൾ കടന്നു വരികയാണ്. God has already branded you for that. നിങ്ങൾ അതിനുവേണ്ടി കർത്താവ് വേർതിരിച്ചിരിക്കുകയാണ്. He has called you and appointed you for that. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. Through you a harvest will come from the field. ഇതാ പാടത്തു നിന്ന് നിങ്ങളുടെ ഒരു വലിയൊരു കൊയ്ത്ത് വരാൻ പോവുകയാണ്. Come on, lift your hands and start praying right now. Lord, use me as a harvester machine. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ കർത്താവേ എന്നെ ഒരു കൊയ്ത്ത് മെഷീനായി അങ്ങ് ഉപയോഗിക്കണമേ. Hallelujah. എല്ലാവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചേ. ഒരു കൊയ്ത്ത് യന്ത്രമായി എന്നെ ഉപയോഗിക്കണമേ കർത്താവേ. ഒന്ന് പ്രാർത്ഥിച്ച് ജനങ്ങളോട് ചേർന്ന് come on. എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും കർത്താവേ ഞങ്ങളുടെ ബ്ലെസ്സിംഗുടെ കുടുംബത്തിലെ എല്ലാവരും ഞങ്ങൾ ഓരോ ശുശ്രൂഷകന്മാരും കർത്താവേ ഹല്ലേലൂയ ഈ വർഷം കർത്താവ് ഇതുവരെ പാടത്തേക്ക് ഇറങ്ങാത്തവർ കൊയ്ത്തിനു വേണ്ടി ഒരുങ്ങി ഇറങ്ങുന്ന വർഷമായിരിക്കട്ടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഓരോ വ്യക്തികളും ഓരോ കൊയ്ത്ത് മെഷീനുകളാണ്. ഞങ്ങൾ അതിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നത് കർത്താവേ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കറ്റകളായി കൊയ്ത് കൂട്ടുവാൻ വലിയൊരു അഭിഷേകത്തെ ഞങ്ങളിപ്പോൾ സ്വീകരിക്കുന്നു. ആ ദൈവിക നിയോഗത്തെ ഞങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ്. കൊയ്ത്തിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുകയാണ്. കൊയ്ത്തിന്റെ ആർപ്പ് ഞങ്ങൾ ആത്മാവിൽ കേൾക്കുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ നിങ്ങൾ കാതുകൾ ഒന്ന് കൂർപ്പിച്ച് കേൾക്കാമോ? വലിയൊരു കൊയ്ത്തിന്റെ ശബ്ദം, വലിയൊരു കൊയ്ത്തിന്റെ ഒരു ഉത്സാഹം ഇത് ജനങ്ങൾ വ്യാപരിക്കുകയാണ്. സഭകളുടെ മേൽ കറ്റകളായി അവർ കൂട്ടാൻ പോവുകയാണ്. കൊയ്തു കൂട്ടാൻ പോവുകയാണ്. അതിനുള്ള അഭിഷേകത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ നിയോഗത്തെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ കൊയ്ത്തായിരിക്കുകയില്ല, ഞങ്ങൾ കൊയ്ത്തുകാരായി മാറുകയാണ്. കൊയ്ത്തിന്റെ മെഷീനുകളായി മാറുകയാണ്. ഈ വർഷം ദൈവരാജ്യത്തിന്റെ അഡ്വാൻസ്മെന്റ് ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നടക്കാൻ പോവുകയാണ്. എന്നിലൂടെ നടക്കാൻ പോവുകയാണ്. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Amen. You're going to read a couple of verses and I'm going to pray for you. ചില വചനങ്ങളോട് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. Psalm 126 verse number 5 and 6. സങ്കീർത്തനങ്ങൾ 126 5 6 വചനങ്ങൾ. Those who sow with tears will reap with songs of joy. Those who go out weeping, carrying seed to sow, will return with songs of joy, carrying sheaves with them. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. എല്ലാവരും ആ രണ്ട് വചനങ്ങൾ അംബ്രോസ് ബ്രദറിനോട് ചേർന്ന് വായിക്കുക. മനസ്സിരുത്തി അകത്തോട്ടെടുത്ത് വായിക്കുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. Maybe during the sowing time you will be crying. ഒരുപക്ഷെ വിത്ത് വിതയ്ക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കരയുകയായിരിക്കാം. You will be going through a lot of pain. വേദനയിലൂടെ കടന്നു പോവുകയായിരിക്കും. You don't see anything. ഒന്നും മുമ്പിൽ കാണുന്നില്ല. Barren field, there is nothing. ഇതാ നിഷ്ഫലമായ ഭൂമി, അത് ഒന്നുമില്ലാത്തൊരു ഭൂമി. There is no greenery. അവിടെ ഒരു പച്ചപ്പില്ല. Only soil. മണ്ണ് മാത്രം. But you sow with tears. എന്നാൽ കണ്ണുനീരോടെ നിങ്ങൾ വിതച്ചു. But there is a promise, you will reap with songs of joy. എന്നാൽ അവിടെ ഒരു വാഗ്ദത്തമുണ്ട്. ആനന്ദത്തിന്റെ പാട്ടുകളാൽ നിങ്ങൾ കൊയ്തു കൂട്ടാൻ പോവുകയാണ്. Can you see you coming with sheaves of that harvest
with songs of joy. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കാണാമോ? വലിയ കൊയ്ത്തിന്റെ പാട്ടുകൾ പാടി വലിയ കറ്റകൾ തലയിൽ ചുമന്നും കൊണ്ട് വരുന്ന ഒരു കാഴ്ച കാണാമോ? Hallelujah. ഹല്ലേലൂയ. Then the next verse says, those who go out weeping, carrying to sow, will return with songs of joy, carrying sheaves with them. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രോഗസൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കാൻ പോകും. ആമേൻ. സ്ക്രീനിലൊന്ന് നോക്കി. നേരത്തെ ഈ പാഠങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു. ഒരു not even a blade of grass was there, not even one green stuff was there. But now, after the sowing and watering and everything, there came a time of harvest. ഇതാ അനേക നാളുകൾക്ക് മുമ്പ് ഈ പാടത്ത് ഒന്നുമില്ലാതെ മണ്ണ് മാത്രമായി ഒരു പുല്ലിൻ്റെ തുമ്പ് പോലും ഇല്ലാതെ ഇരുന്നയിടത്ത് അനേക അധ്വാനം നിലമുഴുതു മറിച്ച് വിത്ത് പാകി ഇപ്പോൾ വലിയൊരു കൊയ്ത്ത് സംഭവിക്കുക. Can you just see? അതൊന്ന് കാണാമോ? ആ ഓരോരുത്തരുടെ തലയിലിരിക്കണമെന്ന് നോക്കി. ഒരു ഗോതമ്പ് മണി വിതച്ചാൽ 2800 കിട്ടും തിരിച്ച്. വിതച്ചത് നഷ്ടപ്പെട്ടതായി തോന്നും, പക്ഷെ തിരിച്ചു കിട്ടുന്നത് 2800-ലധികമാണ്. ആമേൻ, ആമേൻ. ഇവിടിരിക്കുന്ന എല്ലാവരുടെയും കൈകളിലൂടെ കർത്താവ് വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ പോകും. ആമേൻ, ആമേൻ. എത്ര പേർക്കുള്ളിൽ ആഗ്രഹമുണ്ട് എൻ്റെ കൈകളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം? ആമേൻ, ആമേൻ. Thank you, Jesus. വലിയ പാണ്ഡികശാലകളിൽ മുഴുവൻ ധാന്യം നിറഞ്ഞിട്ട്, സ്റ്റോർ ഹൗസുകൾ ധാന്യം നിറഞ്ഞിട്ട്, ഒരു രാജ്യത്ത് അതിൽ സ്ഥലമില്ലാതെ വീടുകളിലെല്ലാം നിറയ്ക്കുന്നത് പോലെ എല്ലാ ഭവനങ്ങളും കൂട്ടായ്മകൾ കൊണ്ട്, ബ്ലെസ്സിംഗ് ഗ്രൂപ്പുകൾ കൊണ്ട്, ഓരോ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ ആത്മാക്കൾ വന്ന് നിറയാൻ പോകും. അതുപോലുള്ളൊരു വരവ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. തയ്യാറുള്ളവർ, വീട് തുറക്കാൻ തയ്യാറുള്ളവർ, കൊയ്യാൻ തയ്യാറുള്ളവർ കൈയടിച്ച് കർത്താവിനോട് കർത്താവേ അതിനുള്ള കൃപ എൻ്റെ മേൽ പകരണം. കൃപ എൻ്റെ മേൽ പകരണമേ കർത്താവേ, അതിനുള്ളൊരു കൃപ എൻ്റെ മേൽ പകരണമേ കർത്താവേ. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, നേരത്തെ ലൂക്കോസ് 10 വായിച്ചു, ഈ ആദ്യത്തെ അപ്പസ്തോലന്മാരെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ പേരുകൾ വരെ എഴുതിയിട്ടുണ്ട്, ശരിയല്ലേ? 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ അറിയാം. പക്ഷെ 72 രണ്ടാം ബാച്ചിലുള്ള ആരുടെയും പേര് നമുക്ക് അറിഞ്ഞുകൂടാ. 72-ലുള്ളവരുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം വലിയൊരു ടീമായതുകൊണ്ട് 72 പേരുടെ പേരൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, എൻ്റെ ലിസ്റ്റില്ല. പക്ഷെ ഇവർ തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. 18-ാമത്തെ വചനം കൂടി ഒന്ന് വായിച്ചു നോക്കി, അതും കൂടി ഒന്ന് നോക്കിയിട്ട് നിർത്താം. 10-ാം അധ്യായത്തിൻ്റെ 18 തോന്നുന്നു. അവൻ അവരോട്, അല്ല 17 വായിച്ചു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എങ്ങനെ മടങ്ങി വന്നു? സന്തോഷത്തോടെ. എല്ലാവരും പറഞ്ഞ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഒരു കാര്യം ഓർക്കണം, ഈ 70 പേർ അല്ലെങ്കിൽ 72 പേർ, ഇവർ നമ്മൾ സ്നാനപ്പെട്ടതുപോലെ സ്നാനപ്പെട്ടിട്ടില്ല,
നമ്മൾ രക്ഷിക്കപ്പെട്ടതുപോലെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും രക്ഷിക്കപ്പെടണമെങ്കിൽ റോമാലേഖനം 10:9 അനുസരിച്ച് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം. ഈ 72 പേർക്ക് യേശു കർത്താവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? യേശു മരിച്ചിട്ട് പോലുമില്ല, പിന്നല്ലേ ഉയർത്തെന്നിട്ടെന്ന് വിശ്വസിക്കുക? അതില്ല. പെന്തക്കോസ്ത് നാൾ വന്നിട്ടില്ല, അതിൻ്റെ അർത്ഥം ഇവരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വന്നിട്ടില്ല, അന്യഭാഷ വന്നിട്ടില്ല, തീ വന്നിട്ടില്ല. ഇതൊന്നുമില്ലാതെ ജസ്റ്റ് ഒരു ഡെലിഗേഷനായി യേശു പറഞ്ഞു, അതുകൊണ്ട് പോയി. എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു? ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കാൻ പറഞ്ഞു, ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാൻ പറഞ്ഞു. ഇതെല്ലാം അവിടെ ഉണ്ട്. ഇതിന് ശേഷം നിങ്ങൾ വായിക്കണം. എന്ത് പറഞ്ഞോ അത് ചുമ്മാ ചെയ്തപ്പോൾ, അവർ തിരിച്ചു വന്നപ്പോൾ the 72 returned with joy and said, Lord, even the demons submit to us in your name. ഇതാ ഈ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവരേറ്റവും കൂടുതൽ ക്യാൻസർ മാറിയതും ആർത്രൈറ്റിസ് മാറി ഇതൊന്നും അല്ല അവർ പറയാം. അവർ ഏറ്റവും അവരെ സന്തോഷിപ്പിച്ച കാര്യം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയല്ല, ഭൂതങ്ങൾ കാറിക്കൂ വിട്ടുപോകുന്ന കാഴ്ച അവർ കണ്ടു. ആൻഡ് ദേ വർ സോ ഹാപ്പി. അവർ എക്സൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. യേശു എന്ന് പറയുമല്ല, നിന്റെ നാമത്തെ പൈശാചിക ശക്തികൾ ഭയക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷമായി. എല്ലാറ്റിലും വലിയ നാമം. ഈ നാമവുമായിട്ടാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അവർ പോയത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, യേശുവിന്റെ നാമത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല കുഞ്ഞേ. സകല നാമത്തെക്കാളും വലിയ നാമത്തെയാണ് നീ നിന്റെ നാവ് കൊണ്ട് എടുത്തോണ്ടിരിക്കുന്നത്. ആ നാമത്തിൽ നീ ദ്വീപുകളിൽ, ഗ്രാമങ്ങളിൽ എവിടെ പോയാലും ഈ നാമവുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഭൂതങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ 17-ാമത്തെ വചനം മുതൽ പ്രൈസ് റിപ്പോർട്ടാണ്. അവർ തിരിച്ച് മിഷൻ റിപ്പോർട്ടുമായിട്ട്, ഫീൽഡിൽ നിന്ന് റിപ്പോർട്ടുമായിട്ട് വരുവാണ്. ഫീൽഡ് റിപ്പോർട്ട്. 18-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. നേരെ ഇരുന്നേ. റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് പോലെ നിൽക്കുക. കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുക. ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തിൽ കീഴടങ്ങുന്നു എന്ന പ്രൈസ് റിപ്പോർട്ടുമായി 36 ടീം, 72 പേർ യേശുവിൻ്റെ അടുക്കൽ, അയച്ചവൻ്റെ അടുക്കൽ തിരിച്ച് മടങ്ങി വന്നപ്പോൾ യേശു പറയുന്നത്, മക്കളെ, നിങ്ങൾ ടീമുകളായി ഫീൽഡിലേക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയപ്പോൾ ആത്മാവിൽ ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ആ കാഴ്ച? സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നു ഞാൻ കണ്ടു. വെയിറ്റ്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കൈയടിച്ചു. എവിടെയെങ്കിലും പോയി സുവിശേഷം പറയുമ്പോൾ, ട്രാക്റ്റ് കൊടുക്കുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് സാത്താൻ മുകളിൽ നിന്ന് താഴേക്ക് നിലം പൊത്തുകയാണ്. പോരാ പോരാ പോരാ. നമ്മളെ പോലെ സ്നാനപ്പെട്ടിട്ടില്ലാത്ത, അന്യഭാഷ പറയാത്ത, ഇതൊന്നും അറിയാത്ത, അവരുടെ കയ്യിൽ ബൈബിളില്ല, ഒന്നുമില്ല, പറഞ്ഞു വിട്ടതുകൊണ്ട് ചുമ്മാ പോയി. അവരാൽ ഇത് നടന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അഭിഷേകത്തിന്റെ തീയുള്ള നിന്നെ കൊണ്ട് എത്ര വലിയ കാര്യങ്ങൾ ഈ തലമുറയിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർക്കാണ് ചുരുക്കം.
അതുകൊണ്ട് കൊയ്ത്തിന്റെ നാഥൻ പരിശുദ്ധാത്മാവാണെന്ന് ഡേവിഡ് യോങ്കിച്ച പറയുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, എന്നെയും ഒരുക്കി ഒരു ഹാർവെസ്റ്റർ മെഷീനാക്കി ഈ കാലത്ത് അയക്കണം. അന്നത്തേക്കാൾ കൂടുതൽ ജനസംഖ്യ ഇന്നുണ്ട്. ആമേൻ. ഈ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് കർത്താവേ ഇതുപോലെ ഒന്ന് പ്രവർത്തിക്കുക. ഒറ്റ പോക്കിന് കുറെ എണ്ണത്തിന് അങ്ങ് കൊയ്തുകൊണ്ട് വരാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണേ. പറ, അഭിഷേകം ചെയ്യണമേ കർത്താവേ. പണ്ട് കാലത്താണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു അരിവാളുമായിട്ട് ഒരാള് കൊണ്ടൊക്കെ കൂത്തി കയറുകൊണ്ടൊക്കെ കെട്ടി കൊയ്ത്തിലോട്ട് ഇറങ്ങും അല്ലേ. അവർ കൊയ്ത്തിന് തന്നെ ഒരു പാട്ടുണ്ട്, ഒരു താളമൊക്കെ ഉണ്ട്. അങ്ങനെ കൊയ്ത് രാത്രി വൈകിട്ടാകുമ്പോഴേക്ക് എത്ര കൊണ്ടുവരും? ഈ മെഷീൻ ഒരെണ്ണം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവരും. ആമേൻ, ആമേൻ. ഇനി പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതുപോലത്തെ വലിയ മെഷീൻ വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് 2 സ്ഥലം ഈ ഹെക്ടർ കണക്കിന് ഫീൽഡുകളാണ്. അതിൽ ഇതുപോലെ ആധുനിക രീതിയിലുള്ള മെഷീനുകൾ ഇങ്ങനെ കൊയ്ത് അതിൻ്റെ തന്നെ ഗ്രെയിൻസ് മാറ്റി വൈക്കോല് മുഴുവൻ ക്യൂബ് പോലെ പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് ഫോർക്ക് ലിഫ്റ്റ് കൊണ്ട് ട്രക്കുകളിലാക്കി വളരെ പെട്ടെന്ന് കാര്യം നടക്കുന്നത്. ആ അളവിൽ പോയാലേ ഇന്നത്തെ ലോക ജനസംഖ്യയെ തീറ്റാൻ പറ്റൂ. കാരണം അത്രയും ജനമുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ആളോട് പറ, തൊട്ടിട്ട് പറ, കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. പറഞ്ഞേ, പണ്ടത്തെ മെത്തേഡുകൾ പോരാ. പണ്ടത്തെ മെത്തേഡുകൾ പോരാ. പണ്ടത്തെ മെത്തേഡുകൾ പോരാ. പണ്ടത്തെ മെത്തേഡുകൾ പോരാ. ഒരു കാര്യം 100% ഉറപ്പോടെ പറയാം, ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ സാധിക്കും. മനുഷ്യനെ കിട്ടാഞ്ഞിട്ട് കഴുതയെ കൊണ്ട് പ്രവചനം പറയിപ്പിച്ച ആളാണ് നമ്മുടെ കർത്താവ്. മനുഷ്യരെ കിട്ടാഞ്ഞിട്ട്. ജനുവരി 26 പറഞ്ഞേ, ജനുവരി 26 ഭാരതത്തിന്റെ റിപ്പബ്ലിക് ഡേ ആണ്, അവധി ദിവസമാണ്. അന്നിവിടെ ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് മിനിസ്റ്റേഴ്സ് കൺവെൻഷൻ നടക്കാൻ പോവുക. കർത്താവ് 12 പേരെ 72 പേരെയൊക്കെ അയച്ചതുപോലെ ഒരു വലിയ കൊയ്ത്തുകാരുടെ സംഘത്തെ തന്നെ കർത്താവ് അയക്കാൻ പോവാം. വേണമെങ്കിൽ എൻറോൾ ചെയ്തോളണം. സെൽ ഗ്രൂപ്പ് ലീഡറാകാൻ, മിനിസ്റ്ററാകാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം അന്ന് ട്രെയിനിങ് കൊടുക്കാൻ പോവാം. ട്രെയിനിങ് മാനുവൽ ലഭിക്കും. പഠന സാമഗ്രികൾ, പഠിപ്പിക്കാനുള്ള സെൽ ഗ്രൂപ്പ് മെറ്റീരിയലുകൾ, ഇതെല്ലാം കൊടുക്കുന്ന ദിവസമാണ് ഈ 26-ാം തീയതി. മാസീവായ രീതിയിൽ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ ബ്ലെസ്സിംഗ് ടുഡേ കുടുംബം റെഡിയായിക്കൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞ്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം. കൊയ്ത്ത് വളരെയുണ്ട് സത്യം. വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ തയ്യാറാകുക. എത്ര പേർ അങ്ങനെ തയ്യാറാകുന്നുണ്ട്? അവരെഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമേൽ ഇന്നൊരു പ്രത്യേക അഭിഷേകം ഒന്ന് വീഴാൻ പോവുക. പ്രത്യേക ജ്ഞാനത്തിന്റെ ആത്മാവ് പകരാൻ പോവുക. ചിലരെ കർത്താവ് പ്രവചനത്തിന്റെ ആത്മാവിൽ നിറയ്ക്കും. ചിലരെ കണ്ട് ചിലരോട് ചില പ്രവചന ദൂതുകൾ പറഞ്ഞ കർത്താവിന് വേണ്ടി കൊയ്തെടുക്കാൻ, വചനം പഠിപ്പിച്ച് ചിലരെ കൊയ്തെടുക്കാൻ, പ്രാർത്ഥനയിൽ രോഗസൗഖ്യം റിലീസ് ചെയ്ത് ചിലരെ കൊയ്തെടുക്കാൻ, പ്രശ്നങ്ങളിൽ പ്രാർത്ഥിച്ച് വിടുതൽ നൽകി ചിലരെ അടർത്തിയെടുക്കാൻ, ചിലരുടെ പൈശാചിക ശക്തികളെ പുറത്താക്കി അവരെ കർത്താവിന് വേണ്ടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കൊയ്ത്തിന് വേണ്ടി ഒരാൾ വിതച്ചു,
വളർത്തി റൈപ്പായി ഗോൾഡൻ നിറത്തിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ കൊയ്ത്തിനു വേണ്ടി പാകമായി കിടക്കുക. അപ്പം ആ സമയത്ത് പുള്ളിക്കൊരു ഫാമിലി പ്രോബ്ലം വന്നു. അന്ന് ഈ വർഷം കൊയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അയാൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഈ ഫാമിലി പ്രോബ്ലം കൊണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കൊയ്യാതിരുന്നാൽ ആ വർഷത്തെ വിളവ് മുഴുവൻ ചീഞ്ഞു പോകും. ബോധമുള്ള ഒരു കൊയ്ത്തുകാരനും ഒരു കൃഷിക്കാരനും അത് ചെയ്യില്ല. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ സമയത്ത് മൂഡ് ഓഫ് ആകാനൊന്നും നമുക്ക് നേരമില്ല. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഹോപ്പ്, സെലിബ്രേഷൻ, ജോയ്, ഇതിൻ്റെയൊക്കെ ഒരു വർഷമാണ് ഈ വർഷം. പ്രത്യാശയുടെയും ആഘോഷത്തിൻ്റെയും അല്ലെ വലിയ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വർഷമാണ്. പരിശുദ്ധാത്മാ അത് വെറുതെ പറയല്ല, നിന്നിലൂടെ ഒരു വലിയ കൊയ്ത്ത്. ചില നിമിഷങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി കൊയ്ത്തിലേക്ക് ഇറങ്ങും, ഞാൻ തയ്യാറാണ്. കാണുന്നവരോട് ഞാൻ യേശുവിനെ കുറിച്ച് പറയും, എൻ്റെ അനുഭവം പറയും, സാക്ഷ്യം പറയും. ചില യൂട്യൂബ് ലിങ്കുകൾ ഇട്ട് കൊടുക്കും, മോർണിംഗ് ഗ്ലോറി പരിചയപ്പെടുത്തും, നമ്മുടെ പുസ്തകങ്ങൾ എടുത്ത് കൊടുക്കും. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് ചിലരെ കർത്താവിന് വേണ്ടി നേടാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലൊരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ അയൽക്കാരെല്ലാം വിളിച്ച് ഞാനങ്ങ് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ഇപ്പോഴേ തല ഉയർത്തി നോക്കിയാ നിങ്ങൾ പറയുന്നത് 4 മാസമുണ്ട്. നോ 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 നോ, ഇപ്പോഴേ കൊയ്ത്തിന് വേണ്ടി വയലുകൾ വിളഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴേ they are ripe, even now they are ripe. കർത്താവ് അതാ പറയുന്നത്. കൈകൾ ഉയർത്തി അടുത്ത 2-3 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് വേറൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു കൊയ്ത്തുകാരനാക്കി, ഒരു കൊയ്ത്തുകാരിയാക്കി എന്നെ മാറ്റണമേ. ഈ വർഷം ആത്മാക്കളെ നേടുന്നൊരു വ്യക്തിയായി എന്നെ മാറ്റണമേ. പ്രശ്നത്തിൽ വളരെ ഉഴലുന്നവർ, രോഗികളായിട്ടുള്ളവർ, കുടുംബ പ്രശ്നങ്ങളിൽ, വിവാഹമോചനത്തിൽ, കേസ് പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, ഇതിലൊക്കെ തകർന്നു കിടക്കുന്നവരെ നേടാൻ കർത്താവേ നീ എന്നെ സഹായിക്കണമേ. അവർക്കെല്ലാം രക്ഷകനെ കൊടുക്കാൻ എന്നെ സഹായിക്കണമേ. ഡ്രഗ് അഡിക്ഷനെ നേടാൻ എന്നെ സഹായിക്കണമേ. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ പ്രാർത്ഥിച്ച്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം, അയാൾ രക്ഷിക്കപ്പെട്ടില്ല, പക്ഷെ അയാൾ പോകുന്നത് നരകത്തിലേക്ക്, നീ പോകുന്നത് സ്വർഗത്തിലേക്കുമാണ്. പാർട്ട്നേഴ്സ് ആയിരിക്കാം, പക്ഷെ എന്നും എന്നേക്കുമായി നിത്യതയുടെ ഒരു വിടവ് നിങ്ങൾ തമ്മിലുണ്ടെന്നുള്ളത് മറക്കരുത്. കൂട്ടുകാർ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിത്യതയുടെ ഒരു വിടവ് തമ്മിലുണ്ടെന്നുള്ളത് മറക്കരുത്. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച കർത്താവേ, സുവിശേഷം അറിയിക്കുവാനുള്ള കൃപ, അതിനുള്ളൊരു അഭിഷേകം എൻ്റെ മേൽ പകരണമേ. ശരിയായ വചനങ്ങൾ പറയുവാൻ എൻ്റെ നാവിനെ ബലപ്പെടുത്തണമേ. എല്ലാ പെൺകുഞ്ഞുങ്ങളൊന്ന് പ്രാർത്ഥിച്ചു, ആൺകുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു. യൂത്ത് അൺലിമിറ്റഡ് ഒന്ന് പ്രാർത്ഥിക്കാമോ? ശക്തിയോടെ പ്രാർത്ഥിക്കാമോ? പോരാ പോരാ, ശബ്ദമുയർത്തി ഓ ശക്തിയോടെ പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം, ശക്തിയോടെ പ്രാർത്ഥിക്കാം. തിരുവേലയ്ക്കായി എന്നെ ഒരു നിമിഷം എന്നോട് കർത്താവ് പറയുന്നു, ശക്തമായും വ്യക്തമായും പറയുന്നു, നിങ്ങളുടെ ബുക്ക് ഓഫ് ലൈഫിൽ പേരെഴുതിയിരിക്കുന്നവർ രക്ഷിക്കപ്പെടാൻ സമയമായി. ആമേൻ, ആമേൻ.
അംഗീകരിക്കുന്നപ്പാ. സമയമായി. സംഭവിക്കുന്നു. അത് കാണാൻ. സമയമായി. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ സമയമായി. സമയമായി. പറഞ്ഞേ സമയമായി. സമയമായി. എൻ്റെ അർത്ഥം ഇതുവരെ പ്രാർത്ഥിക്കുന്നു മാത്രമേ ഉള്ളെങ്കിൽ അവരുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് സുവിശേഷം പറയുവാനുള്ള തക്ക സമയം നോക്കി യേശുവിനെ അവർക്ക് കൊടുക്കുക. ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് യേശുവാണ്. ആമേൻ. കാരണം യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. ആമേൻ. God is an extraordinary God, but He uses ordinary people. ദൈവം ഒരു അസാധാരണ ദൈവമാണ്, എന്നാൽ അവൻ സാധാരണക്കാരെ ഉപയോഗിക്കുന്നവനാണ്. കാത് കൂർപ്പിച്ചാൽ രോഗികളുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാം. കാത് കൂർപ്പിച്ചാൽ പൈശാചിക ശക്തികളിൽ ദണ്ഡിപ്പിക്കപ്പെടുന്നവരുടെ കരച്ചിൽ കേൾക്കാൻ കഴിയും. രാത്രി തോറും ഉറങ്ങാൻ കഴിയാതെ ക്ലേശിക്കുന്നവരുടെ കരച്ചിൽ കർണപുടങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആത്മാവിന്റെ കാതുകൾ തുറന്നാൽ ജനലക്ഷങ്ങളുടെ കരച്ചിൽ ഉയർന്നുകൊണ്ടിരിക്കുക. എന്നാൽ നിന്നിലൂടെ അവരെ രക്ഷിക്കുവാൻ സ്വർഗത്തിന് പ്രസാദം വന്നിരിക്കും.